ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും മോദിയും പാറ്റ സമരത്തിൻ്റെ വിജയത്തിൽ നിന്നും എന്തു പഠിച്ചു, എന്തു പാഠം ഉൾക്കൊണ്ടു? അതാണ് ഒരു ഡയമെൻഷൻ. രണ്ട്, ഇതിൽ നിന്നും യഥാർത്ഥ നേട്ടം കൊയ്തതാർ ഇപ്പോഴത്തെ പ്രതിപക്ഷമാണോ അതോ അവരെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ ഉണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങളാണ്. ആദ്യത്തേതിലേക്ക് തന്നെ വരാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തു പാഠമാണ് ഉൾക്കൊള്ളാനാവുക? ഒന്ന്, ഈ സുഖകരമായ അന്തരീക്ഷം എക്കാലത്തും തുടരാനാവില്ല. BJP ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നു. പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഇന്ത്യയിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നു. വളർച്ചാ നിരക്ക് താഴെ പോകാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. മോദി കാലഘട്ടത്തിൻ്റെ മുഖമുദ്ര ഒരു ശാന്തതയാണ്, അല്ലെങ്കിൽ ഒരു ആകമാന അച്ചടക്കമാണ്. ഈ അച്ചടക്കം നിർബന്ധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത അച്ചടക്കമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതായത് പ്രതിപക്ഷ നേതാക്കളെ വരിഞ്ഞു മുറുക്കി കേസുകളിലൂടെ, ED റെയ്ഡിലൂടെ അവരെ പരമാവധി വശത്താക്കി വാഷിംഗ് മെഷീൻ കൾച്ചറിലൂടെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് എന്ന ഘടനയെ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചു. വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിനോട് പൂർണ്ണമായി എനിക്ക് അതിൽ വലിയ വിശ്വാസമില്ല. അതിൽ ചില കാര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും അതിൽ വരുന്നതും ഏത് സംഘടനയ്ക്കാണോ, ഏത് രാഷ്ട്രീയ കക്ഷിക്കാണോ അതത് ഇടങ്ങളിൽ വലിയ മേൽക്കൈയുള്ളത്, ബൂത്ത് മാനേജ്മെൻറ്റുകൾ സാധിക്കുന്നത്, അവർക്ക് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാകുന്നു എന്നതും നിസ്സംശയം പറയാം. പക്ഷേ പൂർണ്ണമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയാനാവില്ല. അതുകൊണ്ട് BJP നേടിയ വിജയങ്ങളെ വില കുറച്ച് കാണേണ്ടതില്ല. BJPക്ക് അനുകൂലമായി ഘടനകളെ ഒരുക്കി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് മൈക്രോ ലെവൽ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൻ്റെ അഭാവം കൊണ്ടാണ് നിരന്തരമായി BJPക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞത്. അവർക്ക് ഭയപ്പെടുത്തി പ്രതിപക്ഷത്തെ, വ്യക്തികളെയും നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടികളെയും താഴ്ത്തി നിർത്താൻ കഴിഞ്ഞിരുന്നു. CJPയെ അതേ രീതിയിൽ നോക്കിക്കണ്ടതായിരുന്നു പ്രശ്നം. കുട്ടികളല്ലേ, അവർ പിരിഞ്ഞു പോയിക്കൊള്ളും, അവർ ലാത്തി വീശുമ്പോൾ അല്ലെങ്കിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അവരുടെ ദേഹത്തെ ആണി പോലെ വന്ന് ചെറിയ ചെറിയ പെല്ലറ്റുകൾ തറയ്ക്കുമ്പോൾ അവർ ഭീതിപ്പെട്ട് ഭയചകിതരായി ഓടി ഒളിച്ചുകൊള്ളും. അവർക്കൊരു നേതൃത്വമില്ലല്ലോ, പാപ്പടം പോലെ പൊടിച്ചെടുക്കാം. ഇതൊക്കെ ഒരു അനോമിക് ഫിനോമിനല്ലേ, ഞങ്ങളിത് എത്ര കണ്ടിരിക്കുന്നു എന്ന അഹങ്കാരമാണ് അവിടെ പരാജയപ്പെട്ടത്. അതുകൊണ്ട് ഇത് പുതിയ DNA ആണ്, ഇത് പുതിയ മോഡസ് ഓപ്പറാൻഡി ആണ്, ഇത് പുതിയ സംസ്കാരമാണ്. ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ജെൻസി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയപ്പോൾ അതിലൊരു ജെനുവിനിറ്റി രാജ്യം കണ്ടു. അതുകൊണ്ടാണ് ഭക്ഷണ പൊതികൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൂടെയൊക്കെ വലിയ രീതിയിൽ ഭക്ഷണപ്പൊതികൾ ഡൽഹിയിൽ ആരുടെയും പേര് വയ്ക്കാത്തതിന് എത്തിയതും വിതരണം ചെയ്യപ്പെട്ടതും അതുകൊണ്ടാണ്. എല്ലാ ക്രാക്ക് ഡൗൺ മെത്തേഡ്സും നോക്കിയല്ലോ മുൻകാലങ്ങളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത, കഴിഞ്ഞ 12 വർഷവും അഡോപ്റ്റ് ചെയ്ത ടാറ്റിക്സ് ഉണ്ട്. കുറേ പ്രചരണങ്ങൾ നടത്തുക, ആത്മവീര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇവരെ രാജ്യവിരോധികളായി മുദ്രകുത്തുക. പണ്ട് മുതൽ തന്നെ രാജാക്കന്മാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. രാജാവിനെതിരെ എന്തെങ്കിലും പ്രക്ഷോഭം നടന്നാൽ അല്ലെങ്കിൽ രാജ്യത്തെ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു. വിദേശത്തെ ശക്തികളുടെ ചാരന്മാരായി അവരെ അടിച്ചൊതുക്കുകയാണ്. കർഷക സമരത്തിൽ പറഞ്ഞത് കേട്ടില്ലേ, അത് വിജയിച്ചുവെങ്കിൽ പോലും ഇത് ഖലിസ്ഥാൻവാദികൾ ഇതിൽ നുഴഞ്ഞു കയറി എന്ന് പറയുന്നു. അതുപോലെ ദളിത് ആക്ടിവിസ്റ്റുകൾ സമരം ചെയ്തപ്പോൾ പറയുന്നു ഇത് അർബൻ നക്സലുകളാണ് ഇവിടെ അഴിഞ്ഞാടുന്നത്, രാജ്യം വലിയ ഭീതിയിലാണ്. അതുപോലെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ പറയുന്നു അത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഇവിടെ കടന്നുകയറ്റമുണ്ടായി, അതുകൊണ്ട് രാജ്യവിരുദ്ധതയാണ് ഇതിൻ്റെ മുഖമുദ്ര. അപ്പോൾ അവരുടെ ആത്മവീര്യം തകരുകയാണ്. അതേപോലെ തന്നെ സംശയത്തിൻ്റെ വിത്തുകൾ പൊതുജനങ്ങളുടെ ഇടയിലും വരികയാണ്. ഇവിടെ ഒരു സംശയവും ഉണ്ടായില്ല. ഭാരതീയ ജനതാ പാർട്ടി പഠിക്കേണ്ട പാഠം ഒരു സംശയവും ഉണ്ടായില്ല. വലിയ പ്രചരണങ്ങളുണ്ടായി. ഇത് വിദേശ ശക്തികളുടെ പ്രയത്നമാണ്. ആദ്യം പറഞ്ഞു CJPയിൽ അംഗത്വം എടുത്തവർ മഹാഭൂരിപക്ഷവും ഇന്ത്യക്കാരല്ല, വിദേശ രാജ്യത്തെ ആളുകളാണ്. അത് തെറ്റാണ് എന്ന് ബെറ്റയുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ അഭിജിത് ദീപ്കയും കൂട്ടരും പൊളിച്ചടുക്കി. അപ്പോൾ അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അപ്പോൾ ഈ സാമൂഹിക മാധ്യമ കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നതും വലിയ ഒരു കണക്ക് കൂട്ടല്ലേ, ഒരു പിശകായിരുന്നു. അതുകൊണ്ട് അവിടെ വ്യാജ പ്രചരണങ്ങളോ അല്ലെങ്കിൽ ചില നടപടികളോ, ആഹാരം പോലും നിയന്ത്രിക്കാൻ നടപടിയുണ്ടായി, വെള്ളം അവിടേക്ക് എത്താതിരിക്കാനുള്ള ചില സംവിധാനങ്ങളുണ്ടായി, യാത്ര തടസ്സപ്പെടുത്താൻ ചില നീക്കങ്ങളുണ്ടായി. 16-17 റെയിൽവേ സ്റ്റേഷനുകളാണ് ജന്തർ മന്ദറിന് ചുറ്റുപാടുമുള്ള സെൻട്രൽ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ഗതാഗതം പോലും നിയന്ത്രിക്കപ്പെട്ടത് കോടതിക്ക് ഇടപെടേണ്ടി വന്നു.
അപ്പോൾ ആ ഒരു രീതിയിലേക്ക് സമരം ഒതുക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. അതുകൊണ്ട് BJP പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, പരമ്പരാഗതമായ ചില മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എക്കാലത്തും പരീക്ഷിച്ച് വിജയിച്ച സ്മിയർ ക്യാമ്പയിൻ ആയിക്കൊള്ളട്ടെ, മാധ്യമ പ്രചരണങ്ങളായിക്കൊള്ളട്ടെ, ഗോദി മീഡിയയെ ഉപയോഗിച്ചുകൊണ്ടുള്ള തമസ്കരണമാകട്ടെ, ആക്രമണമാകട്ടെ, ഇതൊന്നും തന്നെ ജെൻസിയുടെ അടുത്ത് വിലപ്പോവില്ല. ഇത് പുതിയ DNA ആണ്. പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ സംസ്കാരം ഇവിടെ വരികയാണ്. അതാണ് BJP പഠിക്കേണ്ട മറ്റൊരു പാഠം. സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചാണ് BJP മുന്നോട്ട് വന്നത്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ BJPയുടെ തിങ്ക് ടാങ്കിന് കഴിഞ്ഞു, അല്ലെങ്കിൽ സ്ട്രാറ്റജി പ്ലാനേഴ്സിന് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായ നരേന്ദ്രമോദിയാണ്. പ്രായത്തിലേറെ മുതിർന്ന ആളെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു വീരപരിവേഷത്തിൻ്റെ ബെനിഫിറ്റാണ് BJP അനുഭവിച്ചിരുന്നത്. അതേ സാമൂഹിക മാധ്യമങ്ങൾ തന്നെയാണ് മോദിയുടെ അടിസ്ഥാനത്തിന് ചെറിയ ഇളക്കം തട്ടിക്കൊണ്ട്, മോദിയുടെ പതനമൊന്നും ആയിട്ടില്ല. ഒരിക്കലും വിചാരിക്കേണ്ട മോദി താഴെ വീഴുമെന്നോ 5 വർഷം തികയ്ക്കില്ല എന്നോ ഒരു സൂചനയും ഇല്ല. പക്ഷേ ഇളക്കം തട്ടിയിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം ഇൻസ്റ്റഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമ നെറ്റ്വർക്കിൽ വൻപൻ ഫോളോയിങ് ആണ് രാജ്യത്ത് ആകമാനം. യുവാക്കൾ മാത്രമല്ല, ഏവരും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി സർക്കാർ ഈ സമരത്തെ നേരിട്ട രീതിയോടെ വലിയ വിയോജിപ്പാണ് രാജ്യവ്യാപകമായി ഉണ്ടായത്. ആ പ്രതിഷേധം യഥാർത്ഥത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ എത്തി നിന്നാൽ നല്ലത്. കാരണം അതിൽ മാത്രം എത്തി നിൽക്കുമോ? ഇനി അടുത്ത ലെവലിലേക്ക് പോകില്ലേ? കർഷകർ പറയില്ലേ ഇനി അടുത്ത ലെവലിലേക്ക് ഈ ഇൻഡോ അമേരിക്കൻ കരാറൊക്കെ വരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കർഷകർ ഈ വിജയത്തിൻ്റെ ഒരു ലഹരി ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തേക്ക് വരില്ലേ? അവരും ഒരുപക്ഷെ യുവജനങ്ങൾക്ക് ലഭിച്ച അത്രത്തോളം പിന്തുണ ഒരുപക്ഷെ കർഷകർക്ക് ലഭിക്കണമെന്നില്ല. കർഷകർക്ക് പിന്തുണ ലഭിച്ചു, പക്ഷേ അത് പ്രാദേശികമായി ഒതുങ്ങി നിന്നൊരു പ്രക്ഷോഭമാണ്. രാജ്യവ്യാപകമായി അതിൽ നിന്ന് വോളണ്ടിയേഴ്സിനെ അയച്ചുവെങ്കിലും ഇവിടെ ലഭിച്ചതുപോലെ ഒരു പിന്തുണ, വൈകാരിക പിന്തുണ കർഷക സമരത്തിനോ മറ്റൊരു സമരത്തിനോ ലഭിച്ചില്ല. ഗുസ്തി താരങ്ങൾ ഒരു ന്യായമായ കോസ്റ്റിന് വേണ്ടി അവർ നിരാഹാരം ഇരുന്നു, അവർ പ്രക്ഷോഭം നടത്തി. എന്നിട്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ പോലും BJP ആണ് ജയിച്ചു വന്നത്. കർഷക സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത് BJP അല്ലേ? അപ്പോൾ അവിടെ ആകെ BJPക്ക് ലേശം തട്ടുകേട് ഉണ്ടായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഉത്തർപ്രദേശിൽ പരാജയം സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ പരാജയം സംഭവിച്ചു. 2 വലിയ സംസ്ഥാനങ്ങളാണ്. ബംഗാളിലും പരാജയം സംഭവിച്ചു. ഈ 3 സംസ്ഥാനങ്ങളിലും വലിയ പരാജയം, അപ്രതീക്ഷിത പരാജയം സംഭവിച്ചു. എങ്കിലും BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും മുന്നോട്ട് പോകാനായത് ജെൻസി സപ്പോർട്ട് കൊണ്ടാണ്, അർബൻ മിഡിൽ ക്ലാസ് സപ്പോർട്ട് കൊണ്ടാണ്. നേരത്തെ ഒരു എപ്പിസോഡ് ഞാൻ സൂചിപ്പിച്ചതുമാണ്. അതുകൊണ്ട് BJP പഠിക്കേണ്ട പാഠം ഒരിക്കൽ കൂടി ഡ്രാഫ്റ്റിംഗ് ബോർഡിൽ വരേണ്ടതുണ്ട്. രാമക്ഷേത്രം ഇപ്പോൾ ഒരു വിഷയമേ അല്ല, അല്ലെങ്കിൽ അത് വിഷയമാകുന്നുവെങ്കിൽ അത് അഴിമതിയുടെ പേരിലാണ് വിഷയമായത്. അഴിമതി, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാണിക്ക അർപ്പിക്കുന്നതിൽ നവരത്തെ എണ്ണുന്ന ഭഗവാൻ അർപ്പിക്കുന്ന നേർച്ച കാഴ്ചകൾ അതിൽ കൈയിട്ട് വാരി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയും ക്ഷമിക്കില്ല. പൊതുജനങ്ങൾക്ക് ക്ഷമിക്കാനാവില്ല. ഇത് രാമക്ഷേത്രത്തിൻ്റെ മാത്രം വിഷയമല്ല, സംസ്കാരത്തിൻ്റെ വിഷയമാണ്. അവിടെ വിശ്വ ഹിന്ദു പരിഷത്തും RSSും BJPയും ഒക്കെ തന്നെ സംശയത്തിൻ്റെ നിഴലായി. അവർ നേരിട്ടിടപെട്ടു എന്നല്ല, അവർ നിയോഗിച്ച വിശ്വസ്തർ തന്നെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സംവിധാനത്തിലെ വിശ്വാസ്യത ഉണ്ടാവും? അന്ന് രാമക്ഷേത്രം ഇനി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി ക്യാപിറ്റലൈസ് ചെയ്യാൻ BJPക്ക് ആവില്ല. അവനാടിയിൽ പുതിയ അസ്ത്രങ്ങൾ ഉണ്ടാകേണ്ടി വരും. മറ്റൊരു പാഠം, എക്കാലത്തും രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ പിന്തുണ അന്ധമായി BJP പ്രതീക്ഷിക്കരുത്. ഇത് BJPയുടെ പോരാട്ടമായിരുന്നു. CJP വേഴ്സസ് BJP. BJPക്കെതിരെ സീക്വൽ എന്ന രീതിയിലാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പോൾ അത് BJPയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് പൊസിഷൻ ചെയ്തത്. അങ്ങനെ അല്ല എന്ന് കോക്രോച്ചുകൾ പറയുമ്പോഴും ഇത് റൈം ചെയ്യുന്നത് BJPക്ക് എതിരെ തന്നെയാണ് CJP റൈം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ BJP എടുത്ത ചില നടപടികൾ, യുവജനങ്ങളെ ഞങ്ങളങ്ങ് കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അതൊരുപക്ഷെ സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞത് RSSൻ്റെ സർസംഘ് ചാലക് ശ്രീ മോഹൻ ഭാഗവതാണ്. അപ്പോൾ മോഹൻ ഭാഗവതിന് ഇവിടെ ഒരു ധാർമ്മിക നിലപാടെടുക്കേണ്ടി വന്നു. RSSന്, രാഷ്ട്രീയ സ്വയം സേവാ സംഘ്, ഒരു തീരുമാനമെടുത്ത രീതിയിൽ തന്നെയാണ്. ഒരു പ്രേരക ശക്തി ആണല്ലോ RSS ഇല്ലാതെ എന്ത് BJP? RSS പിന്തുണയ്ക്കാതെ BJPക്ക് എങ്ങനെ അധികാരത്തിൽ തുടരാനാവും?
RSSൻ്റെ ഒരു തിരുത്തൽ ശക്തിയായി. ഈ സംഘ് പരിവാർ എന്നതിൻ്റെ ആണിക്കല്ലാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ധാർമ്മിക നിലപാടെടുക്കാൻ RSSന് കഴിഞ്ഞു. അത് വലിയൊരു ടേണിംഗ് പോയിൻ്റാണ്. അത് BJP സംബന്ധിച്ചിടത്തോളം RSS കണ്ണുമടച്ചപ്പോഴും പിന്തുണയ്ക്കും എന്നത് വെറും വ്യാമോഹമായിരുന്നു. അതുകൊണ്ട് അതൊരു മോദിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ സർസംഘചാലകൻ്റെ വാക്കുകൾ മനസ്സിൽ വല്ലാതെ പ്രകമ്പനം കൊണ്ടു. അതുകൊണ്ട് കുരുതി കൊടുക്കേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനാവില്ല എന്ന സന്ദേശമായിരുന്നു മോഹൻ ഭാഗവത് ഇൻഡയറക്ട്ലി കൊടുത്തത്. ആ വിക്കറ്റ് തെറിച്ചില്ലേ? അമിത്ഷായുടെ ഇഷ്ടക്കാരനായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭാവിയിൽ ഒരു മുൻപ് മരണപ്പെട്ട അകാലത്തിൽ പൊലിഞ്ഞ വലിയ നക്ഷത്രമായിരുന്നു. ഭാവിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരേണ്ടിയിരുന്ന പ്രമോദ് മഹാജൻ, മഹാരാഷ്ട്രയിലെ വലിയ നേതാവായിരുന്നു. പ്രമോദ് മഹാജൻ്റെ ഒരു ചടുലത, അമിത്ഷായുടെ തന്ത്രപരമായ മികവ്, ഇത് രണ്ടും സമ്മേളിക്കുന്ന OBC കാറ്റഗറിയിൽ കൂടി പെടുന്ന ഒരാൾ. ഒറീസ, കിഴക്കൻ ഇന്ത്യയിലാണ് BJPക്ക് പുതിയതായി കൂടുതൽ വേരോട്ടം ഉണ്ടായത്. ബംഗാളിലും ഒറീസയിലും കാര്യമായ വേരോട്ടം ഉണ്ടായത്. ഈസ്റ്റേൺ ഇന്ത്യ മുൻപ് അധികം ശ്രദ്ധിക്കാതെ പോയിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അത് വലിയ ശ്രദ്ധയാണ്. ഒറീസയിലെ ധർമ്മേന്ദ്ര പ്രധാൻ കടന്നു വരുന്ന ഒറീസയിൽ 21-ൽ 20 സീറ്റുകളും നേടി. മാത്രമല്ല ABVP-യിലൂടെ കടന്നു വന്ന നേതാവാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് ഓർക്കണം. ABVP-യിലൂടെ കടന്നു വന്ന് യുവമോർച്ചയുടെ ദേശീയ പ്രസിഡൻ്റായിരുന്നു. ആ സമയത്താണ് വലിയൊരു സമരം നയിക്കുന്ന JB പട്നായിക് ഗവൺമെൻറ്റിനെതിരെ. അതും പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 1997 നടത്തിയ വൻ സമരം. ആ സമരനായകന് ഇപ്പോൾ അതേ വിഷയത്തിൽ താൻ പ്രതിക്കൂട്ടിൽ നിൽക്കെ മറ്റൊരു തലമുറയിലെ കുട്ടികൾ അന്ധകരായി വന്നു എന്നത് കാവ്യനീതി എന്നല്ലാതെ എന്തു പറയാൻ. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ച് നിർത്താൻ, അല്ലെങ്കിൽ കളങ്കിതരായ ആളുകളെ, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടണമെന്ന് സമൂഹം ചിന്തിക്കുന്നവരെ ബലപ്രയോഗത്തിലൂടെ സംരക്ഷിച്ച് നിർത്താൻ ആവില്ല എന്ന പാഠം ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും പഠിച്ചു. മോദി പ്രഭാവം, നാലാമത്തെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ മോദി പ്രഭാവം ഇനി പഴയതുപോലെ ഉണ്ടാവില്ല എന്നതാണ്. മോദി ഹാസ് ക്യാപിറ്റലൈസ്ഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് അൺടിൽ നൗ. ഇതുവരെയുള്ള മിക്കതും ഓണമാക്കിയെടുത്തു. ഇനി അങ്ങോട്ടുള്ള പോക്ക് അങ്ങനെയല്ല. വൾനറബിലിറ്റീസ് എക്സ്പോസ്ഡായി. കിങ്സ് ഇൻ ദ ആർമർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മോദിയുടെ അക്കിലസ് ഹീൽ എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം ദൃശ്യമായിരിക്കുന്നു. അപ്പോൾ എങ്ങനെ മോദിയെ സമ്മർദ്ദപ്പെടുത്താം എന്ന് പ്രതിപക്ഷം കൂടി പഠിച്ചിരിക്കുന്നു. അതാണ് ഇതിൻ്റെ മറ്റൊരു ടേക്ക് അവേ. അപ്പോൾ BJPക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട്. നന്നായി ഗൃഹപാഠം ചെയ്താൽ, യുവ മനസ്സുകളിൽ വീണ്ടും ഒരു ഇടം കണ്ടെത്തിയാൽ, അർബൻ മിഡിൽ ക്ലാസിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു ഗുഡ്വിൽ തിരിച്ചു പിടിക്കാനായാൽ, ദളിത് വിഭാഗങ്ങൾ അവരുടെ നേതാവെന്ന് പറയാനാവില്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നൊരു സമരനായകൻ തീച്ചൂളയിൽ നിന്ന് വരികയാണ്, അഭിജിത്ത് ദീപ്കെ. അപ്പോൾ അദ്ദേഹം ദളിത് വിഭാഗക്കാരനാണ് എന്നതല്ല അതിൻ്റെ പ്രത്യേകത. അവിടെ ജാതി ഇല്ല എന്നതാണ്. വിദ്യാർത്ഥികളുടെ ഇടയിൽ ജാതിയില്ല. പുതിയ രാഷ്ട്രീയമാണ്. സത്വ രാഷ്ട്രീയത്തിൻ്റെ മുഴങ്ങുകയാണോ? ഇപ്പോൾ ഒരു വർഗീയമായി അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു വോട്ട് ബാങ്ക്, മറ്റ് പ്രതിപക്ഷങ്ങൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ, സമാജ്വാദി പാർട്ടിയൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ, യാദവ് മുസ്ലിം കോമ്പിനേഷൻ, ആ രീതിയിൽ സ്വത്വ രാഷ്ട്രീയത്തിലൂടെ വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെ BJPയും പ്രതിപക്ഷത്തെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പന്ഥാവുകൾ തേടേണ്ടി വരുന്നു എന്നതാണ് പാഠം. BJP മാത്രമല്ല പാഠം പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരാം. കോൺഗ്രസ് പാർട്ടി ഇതിൽ നിന്ന് എന്ത് നേടി, അല്ലെങ്കിൽ എന്ത് പാഠം ഉൾക്കൊണ്ടു? ലേശം അമാന്തിച്ചു. CJP സമരത്തിലേക്ക് കോൺഗ്രസ് എടുത്തു ചാടിയില്ല. കോൺഗ്രസ് പവൻ ഖേരയെ വിട്ടു. ഫോർ ടെസ്റ്റിംഗ് വാട്ടേഴ്സ് പോയി കുറേയൊക്കെ ഗുഡ്വില്ല് നേടി തിരിച്ചു വന്നു. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ ഈ സമരപ്പന്തൽ സന്ദർശിച്ചില്ല. അഭിജിത്ത് ദീപ്കയെയോ അല്ലെങ്കിൽ ഈ നിരാഹാരം കിടന്ന സോനം വാങ്ചുക്കിനെയോ ഒന്നും സന്ദർശിച്ചില്ല എന്നത് പ്രത്യേകമായി നോട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, കോൺഗ്രസ്സിന് ഈ മറ്റാരെങ്കിലും കോൺഗ്രസ് ചെയ്യേണ്ട ഒരു പ്രതിപക്ഷ റോൾ മറ്റാരെങ്കിലും കൊണ്ടുപോകുന്ന അങ്ങനെ സ്വീകരിക്കാനാവില്ലല്ലോ. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വന്നാൽ ഇപ്പം ആം ആദ്മി പാർട്ടി വന്നു. അതുകൊണ്ട് ഏറ്റവും ദോഷമുണ്ടായത് കോൺഗ്രസ്സിനാണ് മുൻകാലങ്ങളിൽ. ഒരു പ്രതിപക്ഷ സ്വരം
എന്നത് ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷത്താണ്, കോൺഗ്രസും പ്രതിപക്ഷത്താണ്. അവിടെ മറ്റൊരു പ്രതിപക്ഷം കൂടി വരുന്നത് നിലവിലെ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ വരുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ആങ്കർ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകും, ഡിവൈഡ് ചെയ്ത് പോകും. ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടിയായി ഒരുപക്ഷെ ഈ CJP വരികയാണ് എങ്കിൽ BJP ഇതര മോദി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും CJPക്കുമായി ചിതറിപ്പോവില്ലേ ഭാവിയിൽ? അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അവർ പാർട്ടിയാകുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, പക്ഷേ സംഭവിച്ചാൽ. അതുകൊണ്ട് കോൺഗ്രസ് സംശയദൃഷ്ടിയോടെയാണ് ആദ്യം കണ്ടത്. പക്ഷേ ഒരു നിർണായക സമയത്ത് കോൺഗ്രസ് ജംപ്ഡ് ഇൻ ടു ദ ബാൻഡ് വാഗൺ. രാഹുൽ ഗാന്ധി നേരിട്ട് അതിന് നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ല, സ്വന്തമായി ഒരു ബന്ധം വിട്ട് തുറന്നുകൊണ്ട് കോൺഗ്രസ് MPമാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ അർദ്ധരാത്രിയിൽ മാർച്ച് ചെയ്യുന്നു. നാടകീയമായ സംഭവവികാസങ്ങൾ ഡൽഹിയിൽ അരങ്ങേറുന്നു. അതുമാത്രമല്ല, ഈ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തുന്നു, മെഴുകുതിരി കത്തിക്കുന്നു എന്ന് വേണ്ട. കോൺഗ്രസ് ശരിക്ക് ഒരു പ്രതിപക്ഷമായി മാറി, തെരുവിൽ പ്രതിപക്ഷമായി മാറി. അവരുടെ ആർഗ്യുമെൻ്റ് ഇതാണ്: ഇവിടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ഞങ്ങൾ തെരുവിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കും. രാഹുൽ ഗാന്ധി ഭംഗിയായി സംവദിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പപ്പു ഇമേജ് പലപ്പോഴും ഒരു ബാധ്യതയാകുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇൻകൺസിസ്റ്റൻസിയും കോൺഗ്രസിന് ബാധ്യതയാകുന്നു. എപ്പോഴും സജീവമല്ല, ചിലപ്പോഴൊക്കെ നിർജ്ജീവമായി പോകുന്നു, ചിലപ്പോൾ കാണാനില്ല. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി രാഹുൽ ഗാന്ധിക്കും നന്നാവാനുള്ള ഒരു സൂചന, ഒന്നിറങ്ങിയാൽ ഒരു സമരം വിജയിപ്പിച്ചെടുക്കാനുള്ള കാറ്റലിസ്റ്റായി കോൺഗ്രസിൻ്റെ ആ ചുവട് മാറ്റത്തെ വേണമെങ്കിൽ കാണാം. ഇത് കോൺഗ്രസിൻ്റെ കൂടി വിജയമായി എണ്ണുകയാണ്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, സേവാദൾ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്, സേവാദളിൻ്റെ വോളണ്ടിയേഴ്സാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ, ഈ മെസ്സൊക്കെ ക്ലീൻ ചെയ്യണ്ടേ. അത് പാർട്ടി പ്രവർത്തകർ, CJP പ്രവർത്തകർ തന്നെ അവർ ഇരുന്ന സത്യാഗ്രഹ പന്തൽ പൊളിച്ച് അവരിരുന്നിടം പരമാവധി ശുചിയാക്കി, ക്ലീനാക്കി. കാരണം നോക്കൂ, 10,000-കണക്കിന് ചെറുപ്പക്കാർ തിങ്ങിക്കൂടിയ സ്ഥലത്ത് ദിവസങ്ങളോളം 36 ദിവസം തിങ്ങി നിറഞ്ഞ് നിന്ന ആ പ്രദേശം എത്രത്തോളം വൃത്തിഹീനമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കഴുകി വൃത്തിയാക്കാൻ, വെടിപ്പാക്കാൻ സേവാദളിൻ്റെ വോളണ്ടിയേഴ്സ് അവിടെ ഒരു പ്രസക്തി കണ്ടെത്തുകയാണ്. കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾ ഒരു പ്രസക്തി കണ്ടെത്തിയതാണ്. അതുമാത്രമല്ല, ഇത് ചിതറി നിന്ന പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കാൻ ഒരു വലിയ രാസത്വരകമായി പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് പാർട്ടി ഇത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി എന്ന പരിഭവം CJPക്കൊക്കെ ഉണ്ടായിരുന്നു. സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ അത് പരസ്യമായി പറയുകയും ചെയ്തു. അങ്ങനെയല്ലല്ലോ വേണ്ടത്, ഇത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമല്ലേ, കോൺഗ്രസിന് എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കോൺഗ്രസിനും കാര്യമുണ്ട്, മുഖ്യപ്രതിപക്ഷമാണ്. മറ്റ് ഘടകകക്ഷികളെ കൂട്ടാതെ എന്തിന് പ്രധാനമന്ത്രിയുടെ നടയിൽ സത്യാഗ്രഹം ഇരുന്നു, അതും ചോദ്യമാണ്. പക്ഷേ പെട്ടെന്ന് അത് അയണൗട്ട് ചെയ്തു. പിറ്റേ ദിവസം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ അംഗങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്, MPമാരെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗാന്ധി സമാധിയിൽ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് ഹൃദയങ്ങൾ കീഴടക്കി. ഇനി കാണാനുള്ളത് ഫ്ലോർ മാനേജ്മെൻറ്റ് ഉണ്ടാകുമോ? ഇപ്പോൾ ഈ സമരവിജയം സംഭവിക്കുന്നത് പ്രതിപക്ഷം ഏറ്റവും ദുർബലമായി നിൽക്കുന്ന 2024 തെരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനത്തിന് ശേഷം, പരാജയപ്പെട്ടു പക്ഷേ മെച്ചപ്പെട്ട പ്രകടനത്തിന് ശേഷം ഏറ്റവും ദൗർബല്യം അനുഭവിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി, DMK മുന്നണിയിൽ നിന്നും മാറിപ്പോയി. ഒരുപക്ഷെ ടാക്റ്റിക്കലി DMKയുടെ 22 ലോക്സഭാ MPമാർ ടാക്റ്റിക്കലി വിട്ടുനിന്നുകൊണ്ടോ BJPക്ക് അനുകൂലമായി നിന്നുകൊണ്ടോ ഒരുപക്ഷെ ഭരണഘടനാ ഭേദഗതികൾ, നിർണായകമായ ഭേദഗതികളാണ്, പാർലമെൻറ്റിൻ്റെ എണ്ണം, നിയോജക മണ്ഡലങ്ങളുടെ പുനഃസംഘടന, ഡിലിമിറ്റേഷൻ എക്സസൈസിൽ ഒരുപക്ഷെ DMK ദേശീയ ജനാധിപത്യം സഖ്യത്തിന് തന്ത്രപരമായ പിന്തുണ നൽകിയേക്കാം. തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി നാശമാക്കിയില്ലേ? അവിടെ 29 MPമാരുണ്ടായിരുന്നാൽ 20 പേരെയും BJP ഒരു പുതിയ ബ്ലോക്കായി മാറ്റി തങ്ങളോടൊപ്പം നിർത്തിയില്ലേ? ശിവസേനയിലും NCPയിലും ഉണ്ടായ പടലപിണക്കങ്ങൾ BJP അവർക്ക് അനുകൂലമാക്കി മാറ്റിയില്ലേ? അങ്ങനെ ഇപ്പോൾ മിഷൻ 360 3-2 ഭൂരിപക്ഷം എന്ന ഒരു മിഷനിലേക്കും അങ്ങനെ നിർണായകമായ ചില ഭരണഘടനാ ഭേദഗതികളിലേക്കും നീങ്ങാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ എക്സാം സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള ശിക്ഷാവിധികൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന നിയമനിർമ്മാണം, അതാണ് ആദ്യ പരിഗണന. അപ്പോൾ ആ കാറ്റ് പോയ ബലൂൺ പോലെയായില്ലേ ഈ BJPയുടെ NDAയുടെ ഒരുക്കങ്ങൾ? പാർലമെൻറ്റിലുള്ള എന്തെല്ലാം മോഹങ്ങളായിരുന്നു. ഈ പാർലമെൻറ്റ് സെഷൻ, വർഷകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുമ്പ് ചില നിർണായകമായ നിയമനിർമ്മാണങ്ങൾ തങ്ങൾ നടത്തിയിരിക്കും. ഭാവി ഇന്ത്യയുടെ രാഷ്ട്രീയം തങ്ങൾ നിശ്ചയിക്കും.
എവിടെ? ഒരുപക്ഷെ അതിന് നടക്കില്ല. ഇനി നടന്നാൽ തന്നെ വേണ്ട ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം ഇനി ലഭിക്കാനുള്ള, കാരണം ഗുഡ് വിൽ നഷ്ടപ്പെട്ടു. ഇനി തന്നെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ലേശം മാറി ചിന്തിക്കില്ലേ? ഇപ്പോൾ തന്നെ ഘടകകക്ഷികൾ BJPയോടൊപ്പം നിൽക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയിലെ പല ഘടകകക്ഷികളും, ആന്ധ്രാപ്രദേശിലെ TDPയും പിന്നെ ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡും എല്ലാം തന്നെ ലേശം ഈ വിദ്യാർത്ഥി സമരത്തോട് അനുഭാവപൂർവ്വമല്ലേ പ്രവർത്തിച്ചത്? എന്തിന് BJPയുടെ നേതൃത്വം ഇതിലുണ്ടായിരുന്ന മുരളി മനോഹർ ജോഷി തന്നെ തുറന്നു പറഞ്ഞല്ലോ വിദ്യാർത്ഥികളോട് ഇതല്ല നിലപാടെടുക്കേണ്ടതെന്ന്. BJPക്ക് ഉള്ളിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നും വേറിട്ട സ്വരങ്ങൾ വരുന്നു. RSSൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. വലിയ സമ്മർദ്ദം ഇപ്പോൾ NDA മുന്നണിക്കാണ്. മോദിയുടെ മേൽ വലിയ സമ്മർദ്ദം തന്നെയാണ്. ഈ പാർലമെൻറ്റ് സെഷൻ ഒന്ന് കടന്നു കിട്ടാൻ ഒരുപക്ഷെ മോദി ആഗ്രഹിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ BJP കണ്ട പാർലമെൻറ്റ് സമ്മേളനം ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന രീതിയിൽ മനസ്സുകൾ മാറി എന്ന ഒരു ചിന്ത, ഇതൊരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള ചിന്തയല്ല, ഇങ്ങനെയാണ് അതിനെ വിലയിരുത്താവുന്നത്. കാരണം ഇതെല്ലാം ഒരു പരിക്കും പറ്റിയില്ല, BJPക്ക് ഒരു പരിക്കും പറ്റിയില്ല, നരേന്ദ്രമോദിക്ക് ഒരു പരിക്കും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ശുദ്ധ അസംബന്ധമാണ്, കള്ളമാണ്. അങ്ങനെ കള്ളമല്ലല്ലോ പറയേണ്ടത്. സത്യസന്ധമായി പറയുമ്പോൾ BJPക്ക് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും സുസംഘടിതമായ രാഷ്ട്രീയ കക്ഷി, പോഷക സംഘടനകളാൽ സമൃദ്ധമായ, അല്ലെങ്കിൽ ബൂത്ത് ലെവൽ എല്ലാ ബൂത്തിലും ഇരിക്കാൻ ആളുള്ള, ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകരുള്ള വലിയ പിൻബലമുള്ള രാഷ്ട്രീയ കക്ഷി BJPയാണ്. കോൺഗ്രസിനേക്കാൾ ബഹുഘാതം മുന്നിൽ നിൽക്കുന്നു BJP. പക്ഷേ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, ഭാവി തലമുറയുടെ ഒരു അനുഗ്രഹം, ഇതെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനൊക്കില്ല. അതെത്രത്തോളം കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ സഖ്യത്തിനും അനുകൂലമാക്കി മാറ്റിയെടുക്കാം എന്നതാണ് ചിന്ത. ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. മാറിയ ചിന്ത, മാറിയ രാഷ്ട്രീയത്തെ BJP ആണോ, കോൺഗ്രസ് ആണോ, NDA ആണോ, ഇന്ത്യ മുന്നണിയാണോ മെച്ചപ്പെട്ട രീതിയിൽ മാറുന്നത്? ഇപ്പം മാറ്റങ്ങളാണ്. ഡാർവിനെ ഞാൻ ഒന്നുകൂടെ കോട്ട് ചെയ്യുന്നു. ഏത് സ്പീഷീസാണോ, ഏത് ജീവവർഗമാണോ മാറ്റങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നത്, സ്വയം മാറാൻ തയ്യാറാവുന്നത്, കാലഘട്ടത്തിലെ മാറ്റമനുസരിച്ച്, കാലാവസ്ഥയിലെ മാറ്റമനുസരിച്ച് പൊരുത്തപ്പെടുന്നത്, ആ സ്പീഷീസ് മാത്രം മുന്നോട്ട് പോകും. മറ്റ് ജീവവർഗങ്ങൾ അവസാനിച്ചു പോകും. ഈ മാറ്റങ്ങൾ കൊടുങ്കാറ്റ് പോലെ വന്ന CJP പ്രക്ഷോഭത്തിൽ ഉണ്ടായ മാറ്റങ്ങളോട് എങ്ങനെയാണ് BJPയും കോൺഗ്രസ് പാർട്ടിയും പ്രതികരിക്കുന്നത്, രണ്ട് മുന്നണികളും പ്രതികരിക്കുന്നത്, ഇപ്പോഴത്തെ വ്യവസ്ഥാപിതമായ പരമ്പരാഗതമായ രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നത് എന്നതിനെ ആസ്പദമായിട്ടായിരിക്കും നാളുകളിലെ വിജയപരാജയങ്ങൾ. CJP ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറാനുള്ള സാഹചര്യം ഉണ്ട്. ഇപ്പോൾ അതിന് അനുകൂലമായ ഒരു ഘടനയാണ്. പക്ഷേ ഓർക്കുക, ഇനി പൊതുതെരഞ്ഞെടുപ്പ് വരേണ്ടത് 2.5 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ 3 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് സംഭവിക്കേണ്ടത്. അതുവരെ ഇതേ ഇൻറ്റൻസിറ്റിയിൽ CJPക്കോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി നിൽക്കാനാവില്ല. അതുമാത്രമല്ല, ഇൻകംബൻസി അഡ്വാൻറ്റേജ് BJPക്കാണ്. ഓർക്കണം, മാറ്റങ്ങൾ വരുത്താൻ ഏറ്റവും നല്ലത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴല്ല, ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ്. ഇതാ തങ്ങൾ മാറാൻ തീരുമാനിച്ചിരിക്കുന്നു, തങ്ങൾ റാഡിക്കൽ റിഫോംസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ മാറ്റത്തിൻ്റെ ആദ്യ ഭാഗമായി നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഞങ്ങളിതാ ആ തലയാടത്ത് വെള്ളിത്താരത്തിൽ വെച്ച് ഇതാ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു, രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഒരുപക്ഷെ പാർട്ടിയിൽ എന്തെങ്കിലും മാന്യമായ സ്ഥാനം കൊടുക്കാം, ഒരുപക്ഷെ ഒറീസ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊടുക്കാം, അതൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം തരം കുറ്റമറ്റ പരീക്ഷാ സമ്പ്രദായം രാജ്യത്തിന് നൽകാൻ കപ്പാസിറ്റിയുള്ളൊരു ഭരണകൂടമാണുള്ളത്. അതിലും എനിക്ക് സംശയമൊന്നുമില്ല. അപ്പം മാറാൻ ഭരണകൂടം തയ്യാറായാൽ, മാറി വരുന്ന പൾസ് മനസ്സിലാക്കാൻ തയ്യാറായാൽ തീർച്ചയായും മോദി യുഗം അവസാനിക്കുന്നു എന്ന് പറയാറായിട്ടുമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് മോദിയും BJPയും സംഘപരിവാർ ശക്തികളും മാറ്റങ്ങളോട് പ്രതികരിക്കുന്നത് എന്നതിലാണ് മർമ്മം. അതേപോലെ തന്നെ മാറ്റങ്ങളോട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും, കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള ഇന്ത്യ മുന്നണിയിലെ ബന്ധം എത്രത്തോളം വീണ്ടും വിളക്കിച്ചേർക്കാൻ കഴിയുന്നു എന്നതിനെയും ആസ്പദമാക്കിയാണ് ഭാവി രാഷ്ട്രീയം. ഏവരും ഉറ്റുനോക്കുന്നത് ഇനി ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കൂടി അടുത്തിനിയും ചെയ്യേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.